അപ്പോഴേക്കും കാശി വന്നിരുന്നു. ആര്യൻ അവന് കൈ കൊടുത്തു, കൂടെ മനുവും. ഇവളുടെ കിളികൾ വന്നില്ലേ? അപ്പോഴും അന്തം വിട്ടു നിൽക്കുന്ന നന്ദുവിനെ നോക്കി ആര്യൻ കളിയാക്കിയതും കാശി അവളുടെ തലയിലൊന്ന് കൊട്ടി. ഇവരെന്താ കാശി ഇവിടെ? എന്നാലും എന്നോട് പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം. അത് അളിയൻ പറഞ്ഞതാ പറയരുതെന്ന്. കാശി അങ്ങനെ പറഞ്ഞോ? നന്ദു കാശിയെ കൂർപ്പിച്ചു നോക്കി. അവൻ കണ്ണ് ചിമ്മി ചിരിച്ചു. എന്നാലും കുറച്ചു മുമ്പ് ഞാൻ വിളിച്ചപ്പോ നീ ഉറങ്ങുമായിരുന്നല്ലേ എന്നല്ലേ ആര്യ പറഞ്ഞത്? കള്ളം പറഞ്ഞതാ അല്ലേ? ഏയ്, ഞാൻ ട്രെയിനിൽ ഉറങ്ങുമായിരുന്നടി, സത്യം. അവൻ ഇളിച്ചതും അവൾ അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. ആര്യൻ അവളുടെ കൈ പിടിച്ച് തിരിച്ചതും അവൾ മനുവിന്റെ അടുത്തേക്ക് ഓടി. ഏട്ടന്മാരെ കിട്ടിയപ്പോ തന്നെ വേണ്ടല്ലോ എന്നൊരു ഭാവത്തോടെ കാശി സെറ്റിയിലേക്കിരുന്നു. അവൻ ഇരിക്കേണ്ട താമസം നന്ദു ഓടി വന്ന് അവൻ അരികിൽ പറ്റി. അതോടെ മനുവും ആര്യനും അവിടെ ഇരുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഷർട്ടിന്റെ ബട്ടൺസ് ഇടുമ്പോഴാണ് ഒരുത്തി വന്ന് ഒട്ടി നിൽക്കുന്നത്. കണ്ണുകളുയർത്തി കണ്ണാടിയിലൂടെ കാശി പുരികം പൊക്കിയതും നന്ദു ചുമൽ കൂച്ചി. എന്തടി? സത്യം പറ, കാശി എന്തിനാ ഇപ്പൊ ഓഫീസിൽ പോകുന്നത്? അവനെ തിരിച്ചു നിർത്തി ഓരോ ബട്ടണായി ഇട്ടുകൊടുത്തവൾ. കാശി അവളെ തന്നെ നോക്കി നിന്നു. അവസാന ബട്ടൺസും ഇട്ട് നന്ദു മുഖമുയർത്തി നന്നായി ഇളിച്ചു. പറയുന്നേ? അങ്ങനെ പറയാനൊന്നുമില്ല പെണ്ണെ. ഒരു ഫയൽ എടുക്കാനുണ്ട്, പിന്നെ MD ഒന്ന് കാണണം. എന്തിന്? പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാൻ. അതെന്ത് കാര്യം? അവരുടെ പുരികം ചുളിഞ്ഞു. അതൊക്കെ മാമൻ വന്നിട്ട് പറയാം. ഇപ്പൊ നീ മാറി നിൽക്ക്. കാശി അവളെ മാറ്റി നിർത്തി മുടി ഒതുക്കി വെച്ച് ഫോണും വാലറ്റും എടുത്തു. പിന്നെ ചുണ്ടും കൂർപ്പിച്ചു നിൽക്കുന്നവളെ തോളിലൂടെ കൈയിട്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി. അളിയനിതെങ്ങോട്ടാ? അവരെ കണ്ടതും സെറ്റിയിൽ കിടന്നിരുന്ന ആര്യൻ തിരക്കി. ഓഫീസ് വരെ ഒന്ന് പോണളിയാ, 2 മണിക്കൂറിലെത്തും. മനു എവിടെ? ചോദിക്കുന്നതിനിടയിൽ നന്ദുവിനെയും കൂട്ടി അവൻ അടുക്കളയിലേക്കാണ് നടന്നത്. ഏട്ടനൊരു കോളിലാണ്. ഏതോ ഓർഡറിന്റെ കാര്യമാണെന്ന് തോന്നുന്നു. വലിയ വിലപേശലിലാണ്. അടുക്കളയിലേക്ക് ആര്യന്റെ സംസാരം കേൾക്കുന്നുണ്ട്. നന്ദു കാശിയുടെ കയ്യിൽ നുള്ളി. നുള്ളി വേദനിപ്പിക്കാതെ കുറച്ച് വെള്ളം താടി. ചിരിയോടെ സ്ലാബിലേക്ക് അവൻ ചാരി നിന്നതും മുഖം വീർപ്പിച്ച് തന്നെ നന്ദു ഫ്രിഡ്ജിൽ നിന്ന് വെള്ളത്തിന്റെ കുപ്പിയെടുത്ത് അവന് നീട്ടി. കാശി അതും വാങ്ങി വെള്ളം കുടിച്ച് കുപ്പി സ്ലാബിൽ വെച്ചു. അപ്പോഴും നന്ദുവിന്റെ നോട്ടം അവനിൽ തന്നെയാണ്. കാശി മീശത്തുമ്പ് കടിച്ചു. സത്യം പ്രകാശി, ജോബ് റിസൈൻ ചെയ്യാനല്ലേ നിന്റെ ഈ പോക്ക്? അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നന്ദു ചോദിച്ചതും കാശി ചിരിച്ചുപോയി. മനസ്സിലാക്കി കളഞ്ഞു കൊച്ചു കള്ളി. അവൻ അവളുടെ കവളിൽ നുള്ളി. നന്ദു ചുണ്ടു കൂർപ്പിച്ചതും കാശി അവളെ ഇടുപ്പിലൂടെ ചുറ്റി. ശരിക്കും ജോബ് വിടുവാണോ? ഫ്ലാറ്റിലിരുന്ന വർക്കൊക്കെ ബോറാണ്. എനിക്ക് പറ്റിയ പണിയല്ല അതൊന്നും. സോ വിട്ടേക്കാൻ പോവാ. അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചവൻ പറഞ്ഞതും നന്ദു അവന്റെ കവിളിനെ പൊതിഞ്ഞു പിടിച്ചു. നല്ല തീരുമാനം. ഇനി നമുക്ക് പപ്പയുടെ കൂടെയുള്ള ബിസിനസ് മതി. അതാകുമ്പോ ടെൻഷനില്ലല്ലോ. പപ്പ കൂടെ തന്നെ ഉണ്ടാവും. അതെ, എപ്പ വേണേലും ഇട്ടിട്ട് പോവുകയും ചെയ്യാം. കാശി കള്ളച്ചിരി ചിരിച്ചതും നന്ദു അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ ചിരിയോടെ അവളുടെ ചുണ്ടിനോരത്ത് അമർത്തി മുത്തി. നന്ദു ചിരിച്ചതും അവൻ മാറി നിന്നു. ഒരു ലിപ് ലോക്ക് പ്രതീക്ഷിച്ചു. നന്ദു ഒന്ന് ഇളിച്ചു. ഇത് കിച്ചനാണ്. അതുമല്ല, അങ്ങോട്ട് തരലും ഭംഗി ഇങ്ങോട്ട് കിട്ടുന്നതിലാണ്. ഞാൻ തരണോ? നന്ദു ചുവന്നുപോയി. ഇപ്പോഴല്ല, വന്നിട്ട്. കാശി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചിട്ടും നന്ദു മുഖമുയർത്തി. കാശി അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തി. രണ്ടുപേരും ഹാളിലേക്ക് വരുമ്പോൾ ആര്യൻ ഫോണിൽ നോക്കി അതേ കിടപ്പാണ്. ഞാൻ പോയിട്ട് വരാം ആര്യ, മനുവിനോട് പറഞ്ഞേക്ക്. ഓ ആയിക്കോട്ടെ അളിയ, ആര്യൻ സോഫയിൽ നിന്ന് ചാടി എണീറ്റ് പറഞ്ഞു. നന്ദു കാശിയുടെ കൂടെ വാതിൽക്കലേക്ക് നടന്നു. അവനെ യാത്രയാക്കി വാതിലും അടച്ച് തിരിച്ചു വരുമ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊരു ആപ്പിൾ എടുത്ത് കഴിച്ചു വരികയാണ് ആര്യൻ. മനുവേന്റെ ഫോൺ വിളി കഴിഞ്ഞില്ലേ? അവൾ സംശയത്തോടെ തിരക്കി. വാ നോക്കാം. ആര്യൻ അവളുടെ തോളിലൂടെ കൈയിട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പറയാനുള്ള ഏട്ടനെ അറിയിച്ചേക്ക്. ഞാൻ വെക്കുവാ. അവർ പോകുമ്പോൾ ദേഷ്യത്തോടെ പറഞ്ഞു കോള് കെട്ടാക്കുന്ന മനുവിനെയാണ് കാണുന്നത്. നന്ദു അവന്റെ കയ്യിൽ തൂങ്ങി തോളിലേക്ക് ചാഞ്ഞു. എന്തു പറ്റി? അത് ഇവന്റിന്റെയാണ്. വാടകയ്ക്ക് കൊടുത്ത് സോഫ അവരുടെ കയ്യിൽ നിന്ന് ഡാമേജ് ആയി. ശരിയാക്കി തരാൻ ഞാൻ പറഞ്ഞ അവർക്കറിയില്ലെന്ന്. എന്നാ പിന്നെ ക്യാഷ് തന്നാന്ന് പറയുമ്പോ അതിനും പറ്റില്ല. ഏട്ടനോട് പറ, ആള് സോൾവ് ചെയ്യില്ലേ? ആര്യൻ തിരക്കി. ആദ്യം ഞാൻ സംസാരിക്കാന്ന് കരുതി. ഇനിയിപ്പോ ഏട്ടൻ തന്നെ സംസാരിക്കട്ടെ. രാവിലെ തന്നെ മനുഷ്യന്റെ പിരിയിളകി. മനു നെറ്റി തടവി. അല്ല, അളിയൻ എവിടെയാ പോയെ? അവൻ തലചരിച്ച് നന്ദുവിനെ നോക്കി. ഓഫീസിലേക്ക്. കാശി ജോബ് റിസൈൻ ചെയ്യാൻ പോയതാ. അതെന്താ? ആര്യനാണ് ചോദിച്ചത്. ഇനിയുള്ള കാലം നാട്ടിൽ അച്ഛന്റെ കൂടെ കൂടാനാ അവരൊക്കെ പറയുന്നത്. ഞങ്ങളെ പിരിഞ്ഞിരിക്കാൻ ആർക്കും വയ്യെന്ന്. അതുകൊണ്ട് ഉടൻ തന്നെ ഈ ഫ്ലാറ്റും സെയിലാക്കി ഞങ്ങൾ നാട്ടിലേക്ക് വരും. ഇവിടെ ആരും ഇല്ലാതെ ഒട്ടും ഭംഗിയില്ല. ഏട്ടാ, നമ്മുടെ വീട് തന്നെയാ സ്വർഗം. നന്ദുവിന്റെ ശബ്ദം നേർത്തു. മനു അവളെ ചേർത്ത് പിടിച്ചു. നീ ഇവിടെ ഓക്കെ ആണെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ കാശിയുടെ വീട്ടിൽ നീ ഓക്കെ ആയിരുന്നോ?
മനു തിരക്കി. നന്ദു മുഖമുയർത്തി അവനെ നോക്കി. അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ. മനു നോട്ടം മാറ്റി. ആദ്യമൊക്കെ ചെറിയ ചെറിയ താളപ്പിഴം ഉണ്ടായിരുന്നു. അത് തമ്മിൽ മനസ്സിലാകാത്തതിന്റെ കുഴപ്പമായിരിക്കും. ഇപ്പൊ പക്ഷെ എല്ലാം ഓക്കെയാണ്. അമ്മയ്ക്കും അച്ഛനും ഞാനോ കാശിയോ മുന്നിലില്ലാതെ വയ്യ. അതല്ലേ ഇങ്ങോട്ട് ഓടി വന്നത്. മനു ഒന്നും മിണ്ടിയില്ല. ബോറടിക്കുന്ന ആര്യ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? എങ്ങോട്ടു എങ്ങോട്ട്? എവിടെ പോവാണേലും വണ്ടി വേണ്ടേടി. അതില്ലല്ലോ. ആര്യൻ ചുണ്ടു വിളർത്തി. എന്നാ നമുക്ക് മാളിൽ കയറിയാലോ? ഇവിടുന്ന് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നടന്നെത്താം. 3 കിലോമീറ്ററോ? ഒന്ന് പോയേ പെണ്ണെ. നടക്കാൻ വയ്യ, ബുള്ളറ്റ് എടുക്കാം. പക്ഷെ ട്രിപ്പിൾ അടിക്കേണ്ടി വരും. മനു നന്ദുവിനെ കണ്ണു കൂർപ്പിച്ചു നോക്കിയതും അവൾ ഇളിച്ചു കാണിച്ചു. ഞാൻ ഊബർ വിളിക്കാം, മനു പറഞ്ഞു. നന്ദു തലയാട്ടി. 3 പേരും കുറച്ചു നിമിഷത്തിനുള്ളിൽ തന്നെ ഒരുങ്ങി ഇറങ്ങി വന്നു. നാളുകൾക്ക് ശേഷമുള്ള ഒത്തുചേരൽ മൂന്നാളിലും സന്തോഷം നിറച്ചു. ചുമ്മാ മാളിൽ കൂടി തേരാപ്പാര നടക്കുമ്പോൾ അവർ മൂന്നും ആ പഴയ വൈബിലേക്ക് തന്നെ എത്തിയിരുന്നു. വായി നോക്കിയും കുറ്റം പറഞ്ഞും എല്ലാം കടയിൽ കയറി വില മാത്രം നോക്കി ഇറങ്ങിയതും അവർ സമയം കളഞ്ഞു. ഇടയിൽ മനുവിനും ആര്യനും വേണ്ടി പെണ്ണിനെ നോക്കാൻ നന്ദു മറന്നിരുന്നില്ല. പക്ഷെ ഒന്നിനെയും അവൾക്ക് പിടിച്ചില്ല എന്ന് വേണം പറയാൻ. അവസാനം ഓഫീസിൽ നിന്ന് കാശിയോടും നേരെ മാളിലേക്ക് വരാൻ പറഞ്ഞു നന്ദു. 1:30-2 മണിയായിരുന്നു കാശി വരുമ്പോ. അവൻ വന്നതും ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് കാശി അവരെയും കൂട്ടി ട്രെൻഡ്സിലേക്ക് കയറി. നന്ദു ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൾക്കായി വലിയൊരു പർച്ചേസിംഗ് തന്നെ നടത്തി. അതിനായി സെലക്ട് ചെയ്യാൻ ആര്യനും മനുവും. അങ്ങനെ 7 ടോപ്പും 4 ജീൻസും അവൾക്കായി അവർ എടുത്തു. കൂടെ ഫ്രോക്സും ലെങ്തി ടോപ്സും വേറെ. അവിടുന്ന് നേരെ കയറിയത് മെൻസ് കളക്ഷനിലേക്കാണ്. കാശിയും മനുവും ആര്യനും കാര്യമായി തന്നെ പർച്ചേസിംഗ് നടത്തി. എല്ലാം കഴിഞ്ഞ് അവർ ഫ്ലാറ്റിലേക്ക് എത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു. വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. 20,000 പൊട്ടിച്ചു കാണും. കവറെല്ലാം സെറ്റിയിലേക്കിട്ട് നന്ദു അതിലേക്ക് മറിഞ്ഞു. അവൾ ആകെ ക്ഷീണിച്ചിരുന്നു. വെറുതെ അല്ലെങ്കിലല്ലേ മോളൂസേ? ആര്യനാണ് കളിയോടെ ചോദിച്ചത്. നന്ദു അവനെ സംശയത്തോടെ നോക്കി. വെറുതെ അല്ലാതെ പിന്നെ? എനിക്കിപ്പോ ഈ ടോപ്സ് ഒക്കെ വാങ്ങി എവിടെ പോവാനാ? കാശിക്കും അതെ. നിങ്ങള് പിന്നെ ബാംഗ്ലൂരിലൊക്കെ കറങ്ങാൻ വന്നതല്ലേ? അങ്ങനെ വാങ്ങിയെന്ന് പറയാം. അതിനുവേണ്ടി ഡ്രസ്സ് എന്റെ അലമാരയിലുണ്ടല്ലോ. അവിടെ വന്നിട്ട് എത്രയാണ് ഞാൻ വാങ്ങിച്ചു കൂട്ടിയതിന് കണക്കില്ല അല്ലേ കാശി? അവൾ അല്ലേ എന്ന പോലെ അവനെ നോക്കിയതും കാശി കയ്യിലുള്ള പേപ്പേഴ്സ് അവൾക്ക് നീട്ടി. ഇതെന്താ, ബില്ലാണോ? അവൾ സംശയത്തോടെ അത് വാങ്ങി. നന്ദു ഇത് തുറക്കാനെന്നതും മനു അവളുടെ കയ്യിൽ പിടിച്ചു. നന്ദു അവനെ സംശയത്തോടെ നോക്കി. തുറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം. നന്ദു എന്താ എന്ന പോലെ പുരികമുയർത്തി. കാശിയുടെ വീട്ടിൽ നടന്നതൊക്കെ അവൻ തന്നെ ഞങ്ങളെ അറിയിച്ചിരുന്നു. അച്ഛനോടും അമ്മയോടുമാണ് ആദ്യം പറഞ്ഞത്. മനു പറഞ്ഞതും നന്ദു കണ്ണു മിഴിച്ചു. അവളുടെ നോട്ടം കാശിയിലേക്ക് തിരിഞ്ഞതും അവൻ കണ്ണു ചിമ്മി ചിരിച്ചു. കാശിയുടെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നിരുന്നു. അവരും പറഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ. വീട്ടിലെ എല്ലാവരും മനഃപൂർവ്വം നിന്നോട് ചോദിക്കാഞ്ഞതാണ്. മനു പറഞ്ഞതും നന്ദു തല താഴ്ത്തി. മനു അവളെ ചേർത്ത് പിടിച്ചു. ഇത്തിരി പോരായ്മകൾ നിന്നിലുണ്ടായിരുന്നെങ്കിലും നീ ചെയ്തത് ശരി തന്നെയാ നന്ദു. പക്വത കാണിക്കാതെ നീ എങ്ങാനും അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് വന്നിരുന്നേ, അതൊരു വലിയ പ്രശ്നത്തിൽ അവസാനിച്ചേനെ. പക്ഷേ ഇങ്ങോട്ട് വന്നത് നല്ല തീരുമാനമായിരുന്നു. അച്ഛൻ പറഞ്ഞു ആൾക്ക് മോളെ ഓർത്ത് അഭിമാനം തോന്നുന്നുവെന്ന്. മനു അവളുടെ മുഖം ഉയർത്തി. നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിങ്ങളാരും അറിയണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് എല്ലാവരും വേണം ഏട്ടാ. നമ്മുടെ വീടും കാശിയുടെ വീടും എല്ലാം വേണം. അവളുടെ ശബ്ദം നേർത്തിരുന്നു. മനു അവളുടെ നെറ്റിയിൽ മുത്തി. എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു. അതൊക്കെ മറന്ന് എന്റെ കുഞ്ഞു പെങ്ങള് ഈ പേപ്പറും തുറന്നു നോക്ക്. അവളുടെ കണ്ണുനീർ മനു തുടച്ചു കൊടുത്തതും നന്ദു ചുണ്ടിൽ ചിരി വരുത്തി തലയാട്ടി. ആര്യനും അവളുടെ അടുക്കലേക്ക് നീങ്ങിയിരുന്നതും കാശിയെ ഒന്ന് നോക്കി നന്ദു പേപ്പർ തുറന്നു. അവളുടെ കണ്ണുകൾ ഓരോ വരിയിലൂടെയും പാഞ്ഞു. കൺപീലി പിടയ്ക്കുന്നതും കൃഷ്ണമണി വിടരുന്നതും മൂന്നാളും ചിരിയോടെ നോക്കി നിന്നു. നന്ദു വിശ്വാസം വരാതെ കാശിയെ നോക്കി. ഭാര്യ? ശ്വാസം മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. അപ്പോഴേക്കും അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നിരുന്നു. അതെ. ആര്യൻ അവളുടെ തല പിടിച്ചു കുലുക്കിയതും അവൾ ചാടിയെണീറ്റ് കാശിക്കരികിലേക്കോടി അവനെ ഇറുക്ക പുണർന്നു. അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. സത്യാണോ കാശി? അവന്റെ കാതിൽ അവൾ രഹസ്യം ചോദിച്ചു. അതെ. നാളെ രാവിലെ 5 മണിക്കാണ് ഫ്ലൈറ്റ്. ഏ? അവനിൽ നിന്ന് അടർന്നു മാറി അവൾ വിശ്വാസം വരാതെ അവനെ നോക്കി. നാളെയോ? അതേലോ. അതല്ലേ നിന്റെ പാസ്പോർട്ട് വഴി ഞങ്ങൾ ഇന്നലെ തന്നെ എത്തിയത്. ആര്യൻ പറഞ്ഞതും അവൾ മനസ്സിലാവാതെ അവനെ നോക്കി. സത്യം പറഞ്ഞ ഇവർ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ എന്നൊരു സംശയത്തിലായിരുന്നു നന്ദു. വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ. കാരണം ബാലി തന്റെ ഡ്രീം സ്പേസ് ആണ്. അവിടേക്ക് കാശിയുടെ കൂടെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പൊട്ടിപ്പെണ്ണെ, നിങ്ങൾ രണ്ടാളും മാത്രമായ ട്രിപ്പ് അളിയൻ പ്ലാൻ ചെയ്തതാണ്. സ്പോട്ടും ഇങ്ങേര് തന്നെ കണ്ടുപിടിച്ചു.
പക്ഷേ ചെറിയ പ്രശ്നം എന്തെന്നാ ടിക്കറ്റ് എടുക്കാൻ നിന്റെ പാസ്പോർട്ട് നാട്ടിലായിരുന്നു. അതാണ് ഞങ്ങളോട് സഹായം ചോദിച്ചത്. എന്നാ പിന്നെ ടിക്കറ്റ് ഞങ്ങളുടെ വക ഇരിക്കട്ടെ എന്ന് കരുതി 2 ടിക്കറ്റ് അളിയന്റെ അളിയന്മാർ അങ്ങ് സ്പോൺസർ ചെയ്തു. അപ്പോ ഞങ്ങൾ വന്നത് നിന്റെ പാസ്പോർട്ട് ഏൽപ്പിക്കാനാണ്. അത് ഇന്നലെ തന്നെ നിന്റെ കെട്ടിയവന്റെ കൈ കൊടുക്കുകയും ചെയ്തു. ആര്യൻ പറഞ്ഞു നിർത്തേണ്ട താമസം അവൾ കരച്ചിലോടെ കാശിയുടെ നെഞ്ചിലേക്ക് വീണു. സങ്കടവും സന്തോഷവും ഒരുപോലെ തോന്നിയ നിമിഷമായിരുന്നു അവൾക്ക്. അയ്യേ, എന്താ നന്ദു ഇത്? മനു അവളുടെ കവളിൽ മെല്ലെ നുള്ളി. സന്തോഷം കൊണ്ടാ. കാശിയും ഞാൻ ഒരുപാട് തവണ ഹണിമൂൺ ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതിലൊന്നും ബാലിയില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് കേട്ടപ്പോ അവൾ കാശിയുടെ നെഞ്ചിലേക്ക് മുഖമിട്ടുരച്ചു. ദേ, അളിയന്റെ ഷർട്ടിലേക്ക് അവൾ മൂക്ക് പിഴിയുന്നു. ആര്യൻ മൂക്ക് ചുളിച്ചതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ആര്യൻ അവളെ ഇളിച്ചു കാണിച്ചു. ഇനി നിങ്ങളായി നിങ്ങളുടെ വാടായി. ഞങ്ങൾ ഫ്രഷായി വരാം. ആര്യ വാടാ. അവരെ ഒറ്റയ്ക്ക് വിട്ടുകൊണ്ട് മനു കവറെല്ലാം എടുത്ത് ആര്യനെയും കൂട്ടി മുറിയിലേക്ക് പോയി. കാശി ചിരിയോടെ നന്ദുവിനെ നോക്കി. അവന്റെ കണ്ണിൽ പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് നന്ദു കണ്ടു. അവൾ ചിരിയോടെ അവന്റെ തോളിലൂടെ കൈയിട്ടതും ഇടുപ്പിലൂടെ ചുറ്റിയെടുത്ത് അവളെയും പൊക്കിയവൻ തിരിഞ്ഞു നടന്നു. നന്ദു അവന്റെ ഇടുപ്പിലൂടെ കാലുകൾ ചുറ്റി. ഇരുമിഴികളും കൊരുത്തു തന്നെ നിന്നു ആ നിമിഷം. മുറിയിലേക്ക് കയറി കാശി വാതിലടച്ചതും നന്ദു മുഖം ചെരിച്ച് അവന്റെ ചുണ്ടിൽ ചുണ്ടു ചേർത്തു. ഇരു ചുണ്ടുകളും കോർത്തു വലിച്ചു. കാശി അവളെ കിടക്കയിലേക്ക് ചായ്ച്ച് അവളുടെ മേലെ കമർന്നു. ഇരുവരിലും പ്രണയവും കാമവും ചേർന്നൊഴുകി. നഗ്നമായ ശരീരങ്ങൾ ചുറ്റി വരിഞ്ഞു. സന്ധ്യാചുവപ്പ് പോലെ നന്ദു ചുവന്നു കയറിയതും കാശി അവൾക്കായി പുതുലോകം തുറന്നു വെച്ചു. വീണ്ടും വീണ്ടും ഒരു ശരീരമായി അവർ തളർന്നു കിടന്നു. വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും അതിനുമേലെ ബ്ലാക്ക് ജാക്കറ്റുമാണ് നന്ദുവിന്റെ വേഷം. സെയിം കോഡ് തന്നെയാണ് കാശിയും. ഒരു ട്രോളി ബാഗും മറ്റൊരു നോർമൽ ബാഗും മാത്രമാണ് ലഗേജ്. 2 പപ്പമാർക്കും 2 അമ്മമാർക്കും വീഡിയോ കോളിൽ യാത്ര പറഞ്ഞ് നന്ദുവും കാശിയും ചെക്കിങ്ങിന് കയറി. അവരെ യാത്രയാക്കാൻ ആര്യനും മനുവും കൂടെയുണ്ട്. പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് അവരെ അകത്തേക്ക് കയറ്റി വിട്ടതും നന്ദു തിരിഞ്ഞു നോക്കി. അവരെ നോക്കി ചിരിയോടെ 2 പേർ നിൽപ്പുണ്ട്. ഹാപ്പി ജേണി. ആര്യൻ മെല്ലെ ചുണ്ടനക്കിയത് നന്ദു അറിഞ്ഞു. അവൾ ചിരിയോടെ കാശിയുടെ കയ്യിൽ കോർത്ത് പിടിച്ചു നടന്നകന്നു. അവരുടെ കൺമുന്നിൽ നിന്ന് രണ്ടാളും മറഞ്ഞു. മനു തലചരിച്ച് ആര്യനെ നോക്കി. അവൾ പാവാ അല്ലേട്ടാ? ആര്യന്റെ കണ്ണു നിറഞ്ഞിരുന്നു. നമ്മുടെ കുഞ്ഞിപ്പെണ്ണല്ലേടാ അവൾ. മനു അവളെ ചേർത്ത് പിടിച്ചതും ആര്യൻ ഷോൾഡറിൽ കണ്ണു തുടച്ചു. അല്പസമയത്തിൽ തന്നെ രണ്ടാളെയും കൊണ്ട് ആ എയർലൈൻ ആകാശത്തേക്ക് പറന്നുയർന്നു. ജീവിതത്തിന്റെ പുതുവസന്തങ്ങൾ തേടി കാശിയുടെയും നന്ദുവിന്റെയും ജീവിതയാത്ര വീണ്ടും തുടരും.